ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീൻസ് മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഊണിനൊക്കെ വളരെയധികം നല്ല ടേസ്റ്റാണ് അത് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ. അപ്പോൾ ഞാനിതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കുന്നതെന്നുകൂടി നോക്കാം. ആദ്യമേ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മെഴുക്ക് പുരട്ടിയൊക്കെ എപ്പോഴും തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ തയ്യാറാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. മറ്റുള്ള എണ്ണകളെ അപേക്ഷിച്ച് വെളിച്ചെണ്ണയിൽ തന്നെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോഴാണ് കറിക്ക് നല്ല സ്വാദുണ്ടാവുക കേട്ടോ. ചോറിനൊക്കെ വളരെയധികം നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോള. ഞാനിവിടെ ഒരു വലിയ സവോള ഞാനെടുത്ത് ഇതുപോലെ ഇതേ വലിപ്പത്തിൽ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ പൊടിയായിട്ടല്ല, കുറച്ച് വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഒരുമാതിരി നന്നായിട്ട് തന്നെ ഒന്ന് ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് തേങ്ങ ചെറുതായിട്ട് ചെറിയ പീസാക്കിയിട്ട് കനം കുറച്ചരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ബീൻസ് എല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലുള്ള മെഴുക്ക് പുരട്ടി നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ചേർത്താലാണ് കറിക്ക് നല്ല സ്വാദും കൂടെ കുറച്ചുകൂടി കിട്ടുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ബീൻസ് എന്തായെന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ബീൻസ് എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് കൊടുത്ത് 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് എടുത്താൽ മതി. വെന്ത് കിട്ടും. അതുപോലെ തന്നെ നല്ല വാടി വരും കേട്ടോ. അങ്ങനെ വാടി വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ആദ്യമേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കരുത്. അതുപോലെ ശരിക്കൊന്ന് വാടി വന്നു കഴിഞ്ഞിട്ടേ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്ത് തോർത്തിയെടുത്താൽ മതി കേട്ടോ. വളരെയധികം നല്ല ടേസ്റ്റാണ്. മാത്രമല്ല, നമ്മൾ തേങ്ങയിട്ട് തോരൻ വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ഇതുപോലെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഇത് പകുതിയായിട്ടേ ഉള്ളൂ. ഇനിയും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇതുപോലെ ഇടയ്ക്ക് മൂടി വെച്ചിട്ട് ഇളക്കി അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇതാ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ കൊത്തും കൂടി കിടക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളു കുരുമുളക് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ എന്തായാലും കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് 2 ബീൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് പോലും വേണ്ട. നമുക്കിത് അരിയാനുള്ള താമസം മാത്രം മതി. ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.